ഹേ ഗൈസ്, അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ നീറ്റിൻ്റെ ഒപ്പം എങ്ങനെയൊക്കെയും പ്രിപ്പയർ ചെയ്തത്. എടാ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നീറ്റിന് തന്നെ കൊടുക്കുക. അവിടെ എ പ്ലാനിങ്ങും ഇല്ല, ബി പ്ലാനിങ്ങും ഒന്നുമില്ല. നീറ്റിന് ഫോക്കസ് ചെയ്യുന്ന ഒരാൾ നീറ്റിന് തന്നെ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കീമിനും ആയാലും സെയ്യും ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആകെ ബയോളജി മാത്സും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും കീമിനുള്ളതും നീറ്റിനുള്ളതൊക്കെ സെയിമാണ്. അപ്പോൾ നീറ്റിന് അത്യാവശ്യം നന്നായി പഠിച്ചാൽ തന്നെ കീമിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് തന്നെയായിരുന്നു എൻ്റെ പ്രൈമറി ഫോക്കസ്. കീം അങ്ങനെ എൻ്റെ മൈൻഡിലേ ഉണ്ടായിരുന്നൊന്നുമില്ല. ആൻഡ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയ്യിലായിരുന്നു നീറ്റിൻ്റെ എക്സാം, പിന്നെ ജൂണിലായിരുന്നു കീം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കറക്റ്റ് 1 മന്ത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സംഭവം ക്ലോസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് നീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നു എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ കീമിലേക്ക് ഫോക്കസ് ചെയ്തു. ആ കറക്റ്റ് 1 മാസം ഞാൻ സൈലത്തിൻ്റെ ലാസ്റ്റ് 1 മന്ത് ക്രാഷ് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ അവർ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യണത് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ മാത്സ് പ്രിപ്പയർ ചെയ്തത്. എനിക്ക് +2ൻ്റെ ടൈം തുടങ്ങി തന്നെ എനിക്ക് കീമ് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഇവിടെ GCD തന്നെ സിവിൽ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് കീമ് വേണ്ട, അല്ലെങ്കിൽ എൻജിനീയറിങ് വേണ്ടാന്ന് വെച്ച ഒരാളായിരുന്നു. അപ്പം ഞാൻ നീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നേ. പക്ഷേ ഞാൻ നീറ്റ് എഴുതുന്ന ഓരോ വർഷവും എനിക്ക് കീം സൈഡിൽ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ സൂപ്പർ റിപ്പീറ്ററായിരുന്നു നീറ്റിൻ്റെ. എനിക്ക് +2ൻ്റെ ടൈം തുടങ്ങി തന്നെ എനിക്ക് ഇവിടെ എൻജിനീയറിങ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം എഴുതി, സെക്കൻഡ് ടൈം എഴുതി, എല്ലാ ടൈമും എനിക്ക് ഇവിടെ കീം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. കീമിന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ അവസാനമായപ്പോഴേക്കും എനിക്ക് നീറ്റും അടുത്തൊരു സ്റ്റേജ് എത്തി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ബിടെക്ക് കയറാമെന്നുള്ള രീതിയിൽ കയറിയതാണ്. എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഞാൻ സാധാരണ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ നീറ്റിന് തന്നെ പ്രൈമറി ഫോക്കസ് കൊടുത്തേ. മെയ് വരെ നീറ്റിനെ നോക്കിയത്. പിന്നെ ലാസ്റ്റ് 1 മന്തില്ല, ആ 1 മന്ത് ഇങ്ങനെ സൈലം ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും സൈലത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിലായാലും ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ലാസ്റ്റ് 1 വീക്ക് ഇങ്ങനെ ഫുൾ ടോപ്പിക്സ് ഓടിച്ചു വിടുന്നു. അല്ലാണ്ട് തന്നെ ക്രാഷ് കോഴ്സും ഉണ്ടാവില്ലേ അവരുടെ സൈലത്തിൻ്റെ ലാസ്റ്റ് 1 മന്ത്. അതിൽ ക്വസ്റ്റ്യൻസ് മാത്സ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തുള്ളൂ. അത് ചെയ്ത് പഠിച്ച് അത്യാവശ്യം നല്ല സ്കോർ തന്നെ ഉണ്ടായിരുന്നു. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണല്ലോ മെയിൻലി. അതിൻ്റെ ബേസിസിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കീമിൻ്റെ കേസിൽ. അപ്പോൾ അതിങ്ങനെ ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് ഓഫ്കോഴ്സ് കീമിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഇവിടെ GCTയിൽ കിട്ടി. ഞാൻ സിവിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ ബ്രാഞ്ചസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സിവിൽ മാത്രം കൊടുത്തുള്ളൂ. ഇവിടെ തന്നെ എനിക്ക് കിട്ടി. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, നീറ്റാണ് നിങ്ങളുടെ മെയിൻ ഗോളെങ്കിൽ നീറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുക. കെമിസ്ട്രിയും ഫിസിക്സും നന്നായി ചെയ്യുക, പഠിക്കുക. ബയോളജിയും നന്നായി നോക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ മാത്രം, ഇപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ വന്നതെന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആ 1 മന്ത് ഗ്യാപ്പ് കിട്ടുമോയെന്നറിയില്ല. അങ്ങനെ 1 മന്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് എക്സാമിന് അടുത്ത ഒരു 1 മന്ത് ബിഫോർ അല്ലെങ്കിൽ 2 മന്ത്സ് ബിഫോർ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. മാത്സിന് അത്രയും വീക്കുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടി ഇപ്പോഴേ പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോവുക. ഒരു അരമണിക്കൂർ എടുത്തെങ്ങാനും മാത്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടിരിക്കുക. മെയിൻലി നീറ്റ് പഠിക്കുന്ന ഒരാൾ നീറ്റിന് തന്നെ മെയിൻലി ഫോക്കസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ കീമിന് ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നീറ്റ് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിൽ മാത്രം കീമിന് പോയാൽ മതി. അതായത് ലാസ്റ്റ് 1 മന്ത് 1 or 2 മന്ത്സ് മാത്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട്, പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ നീറ്റിന് വേണ്ടി. ആ മാത്സ് ഒന്നും കൂടി നോക്കി നന്നായി പോയി എക്സാം എഴുതുക. നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടതെന്നുള്ളതൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നീറ്റാണോ കീമാണോ? എന്തായാലും നീറ്റിന് വേണ്ടി ആയിരിക്കുമല്ലോ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. അത് മാക്സിമം എഫേർട്ട് ഇടാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.
കീമിന് മെയിൻലി പ്രീവിയസ് ഇയർ തന്നെ സോൾവ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം അത് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം. പിന്നെ സൈലത്തിൻ്റെ യൂട്യൂബിലായാലും അവർ ഫ്രീ ആയിട്ട് ലാസ്റ്റ് 1 വീക്ക് ഇങ്ങനെ ചാലഞ്ച് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് അതിൽ ഇങ്ങനെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അതൊക്കെ നോക്കുക എക്സാമിന് പോകേണ്ട ആ ഒരു 1 മന്ത് ടൈം ഗ്യാപ്പ് ഉള്ളപ്പോൾ. പിന്നെയെന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഓടരുത്. നീറ്റ് കുറച്ച് പഠിച്ചിട്ട് പിന്നെ കീം അങ്ങനെ രണ്ടും ഇതെല്ലാ സംഭവം ഒക്കെ സെയിമാണ്. ആകെ മാത്സും ബയോളജിയും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മാത്സിന് വീക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് ഇപ്പോൾ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് ബോറടിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മാത്സിൻ്റെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. അങ്ങനെ ഡെയിലി കുറച്ച് ദിവസം നോക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനം ആ 1 മന്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കീം എഴുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 1 മന്തോ 2 മന്ത്സോ എടുത്തിട്ട് മാത്സും കൂടി നോക്കി പ്രിപ്പയർ ചെയ്യാം. എന്തായാലും ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ ആദ്യമേ തുടങ്ങി ഇപ്പോൾ 1 ഇയർ ആയിരിക്കില്ല പ്രിപ്പയർ ചെയ്യുന്നത്. 1 ഇയർ നന്നായി പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക, കിട്ടുന്ന ടൈം യൂസ് ചെയ്യാൻ നോക്കുക. ഈസി അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല എഫേർട്ട് ഇടണം. അതിനിടയ്ക്ക് ചിലപ്പോൾ നല്ല വല്ല എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇഗ്നോർ ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇടുക, പഠിക്കുക. ഞാൻ അത്രയും തന്നെ ചെയ്തുള്ളൂ. നീറ്റിൻ്റെ ടൈം ആയപ്പോൾ നീറ്റിന് മാത്രം ഫോക്കസ് ചെയ്തു. പിന്നെ കീമിൻ്റെ ഞാൻ ലാസ്റ്റ് 1 മന്ത് മാത്രം കംപ്ലീറ്റ് ആയിട്ട് കീമിന് തന്നെ കൊടുത്തേ. അല്ലെങ്കിൽ നമ്മൾ അയ്യോ കീം പഠിച്ചില്ലല്ലോ നീറ്റ് പഠിച്ചില്ല അങ്ങനെ 2 ഇതായിട്ട് കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കാൻ പാടില്ല. നമുക്ക് ഏതാ വേണ്ടത്? ഫസ്റ്റ് നമ്മുടെ പ്രൈമറി ഗോൾ നീറ്റാണെങ്കിൽ നീറ്റിന് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കീമിന് ടൈം എത്ര ഉണ്ടോയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാത്സും കൂടി നോക്കി പോയി പരീക്ഷ എഴുതുക. ഫിസിക്സും കെമിസ്ട്രിയും നന്നായി പഠിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഹാഫ് പോർഷൻ അവിടെ കഴിഞ്ഞു കീമിനുള്ളത്. പിന്നെ ആ സെയിം ഫിസിക്സ് കെമിസ്ട്രി ടുഗെദർ നമുക്ക് കിട്ടുന്ന അതേ വെയിറ്റേജാണ് മാത്സിനുള്ളത്. ആൻഡ് ഫിസിക്സും കെമിസ്ട്രിയും ഓക്കെ ആണെങ്കിൽ തന്നെ മാത്സിൽ ആ 1 മന്തിൽ അത്യാവശ്യം ഒരു പകുതിയോളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടാവും. അപ്പം നീറ്റാണ് പഠിക്കുന്നതെങ്കിൽ പ്രൈമറി ഫോക്കസ് എപ്പോഴും നീറ്റിന് തന്നെ കൊടുക്കുക. എന്നിട്ട് കീം അതിനനുസരിച്ച് നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുക. 2ൻ്റെ ഇടയ്ക്ക് പെട്ടുപോകരുത്. സൈലം കീം ഓർ ജെയുടെ ഒരു ചാനൽ ഉണ്ടാവുമല്ലോ, അതിൽ പണ്ടത്തെ ലൈവൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കീമിൻ്റെ ലെക്ചേഴ്സൊക്കെ പണ്ട് ലാസ്റ്റ് 1 വീക്കൊക്കെ ചെയ്ത ചാലഞ്ചസൊക്കെ ചിലപ്പോൾ അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴായാലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തായാലും അവർ ഇടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നോക്കാം. ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാം.